നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു അലൽ ഖലായിഖിനാണ്. നമ്മൾ സാധാരണ എല്ലാവരും പറയില്ല അസ്റഫുൽ ഖൽഖ് അഫ്ളൽ ഖൽഖ് എന്നൊക്കെ പറയല്ലോ, സയ്യിദുൽ ആലം റബ്ബ് എന്നൊക്കെ പറയല്ലോ. ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സർവ്വരേക്കാളും ശ്രേഷ്ഠ നബിയാണ് എന്നല്ലേ. ലാ യഖ്ഫ അലാ മൻ ലഹു അദ്നാ മുമാറസത്തിൻ ബിതഅമ്മുൽ കിതാബി വസുന്നതി. ചെറിയൊരു ചിന്ത വെച്ചിട്ട്, വലിയ ചിന്ത ഉണ്ടാവും, വലിയ കിട്ടും. ചെറിയൊരു ചിന്ത വെച്ചിട്ട് കിതാബ് സുന്നത്ത് പറഞ്ഞത് ആലോചിച്ച് ചെറിയൊരു പഠനം നടത്താൻ കഴിവുള്ള ഒരാൾക്ക്, അത്തരം ഒരാൾക്ക് നിഗൂഢമല്ല എന്ത് അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്ളുലു ജമീഅൽ അംബിയാഇ വൽ മുർസലീന ഖുസൂസൻ വ ഉമൂമൻ. ആമായിട്ടും ഖാസായിട്ടും മുർസലുകൾ അംബിയാക്കൾ മുഴുവത്തിനും അവർക്കൊക്കെ എത്രയോ മേലെ ഉന്നതിയുള്ളവരാണ് പ്രവാചകർ എന്ന കാര്യം ആർക്കും സംശയം ഉണ്ടാവില്ല. ഖുർആനും സുന്നത്തും ശരിക്ക് പഠിച്ചാൽ നല്ലോണം കിട്ടും. പക്ഷെ ചെറിയൊരു ചിന്ത മതി പഠനം നടത്താൻ. അവർക്ക് പോലും അറിയാം നബി തന്നെയാണ് ഉന്നതി. ഖൗലിഹി തആല, അതിന് അള്ളാന്റെ വാക്കെടുക്കാനോ, തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമ. തിൽക്കർ റുസുലു, അത് പ്രവാചകന്മാരാണ്. ഫളൽനാ ബഅദഹും, അവരിൽ ചിലരെ നമ്മൾ ഉന്നതിയാക്കി, അലാ ബഅദിൻ ചിലരേക്കാൾ, മിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ കല്ലമ നേരിട്ട് അള്ളാഹുമായി സംസാരിച്ചവരുണ്ട്. നേരിട്ട് പറഞ്ഞാല് ഒരു മറുണ്ട്, സൂര്യസന പർവ്വതത്തിന്റെ തായ് വരെ നിന്നുകൊണ്ട് സംസാരിച്ചു. അത് ശബ്ദം കേട്ടിട്ടുള്ളൂ, അള്ളാഹനെ കണ്ടില്ല, കാണാൻ പറ്റൂലല്ലോ അവിടെ നിന്നും. ആ സംസാരിച്ച ആളാരാണ്? മൂസാ നബി അലൈഹിസ്സലാമാണ്. അല്ലെ, മൂസാ നബി അലൈഹിസ്സലാം ആ കൂട്ടത്തിൽ ഉന്നതിയുള്ള ഒരാളാണ്. അതൊരായത്തെടുത്ത് നോക്കുക, അവരെക്കാളും ഉന്നതിയാണ് ആര്? നമ്മുടെ നബി. അപ്പൊ അള്ളാഹോട് സംസാരിച്ച മൂസാ നബി നബിയായിരിക്കെ കലീമുള്ള എന്ന സ്ഥാനം കിട്ടിയാലും അവരെക്കാളും സ്ഥാനം നമ്മുടെ നബിക്ക് തന്നെ. കലാനബി കാരണമാണ് ഇവരൊക്കെ ഉണ്ടാണത്. വെറും മണ്ണിൽ നിന്ന് ജനിച്ചതായിരിക്കുന്ന ആദം നബി വാപ്പയാണ്, മകനാണ് നബി. ആ മകൻ കാരണമാണ് വാപ്പയാകുന്ന നബിയാകുന്ന ആദം നബിന്റെ വരുന്നത്. അവന്ന് ആലോചിച്ച് നോക്കുക, മകന്റെ സ്ഥാനം ദാത്തിയായിട്ട് മുന്തിയിട്ടില്ല എന്നേയുള്ളൂ. പ്രഭയുണ്ടല്ലോ, ഒളിവ്. ആ ഒരു ആത്മാവുണ്ടായി. അതിന്റെ കാരണം കൊണ്ടല്ലേ ഇവർണാളുണ്ടായത്. ഷെയ്ഖുൽ അംബിയ എന്ന സ്ഥാനം ആർക്കുണ്ട്? നൂഹ് നബിക്കുണ്ട്. ആ ഷെയ്ഖുൽ അംബിയായ നബി ഉണ്ടാവാനും കാരണം നമ്മുടെ നബിയാണ്. അതിന്റെ മേലക്കാണ് ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുണ്ട്. അവരുടെയും അപ്പുറത്താണ് നമ്മുടെ നബി. അതുപോലെ റൂഹുള്ള എന്ന് പറഞ്ഞ ഈസ നബി അലൈഹി ഇസ്ലാമുണ്ട്. അവരെക്കാളും ശ്രേഷ്ഠനാണ് നമ്മുടെ നബി. അപ്പൊ കലീമുള്ളയും റൂഹുള്ളയും ഖലീലുള്ളയുമായ ഷെയ്ഖുൽ അംബിയയുമായ പ്രവാചകന്മാർ, ഇവർക്ക് എത്രയോ മേലെയാണ്. എല്ലാ പ്രവാചകന്മാർക്കും മുർസലുകൾക്കൊക്കെ മേലെയാണ് നമ്മുടെ നബി. അത് ഖുർആൻ കൊണ്ടും ആയത്ത് കൊണ്ടും ഒക്കെ വ്യക്തമായ ഹദീസ് കൊണ്ടൊക്കെ. വറഫഅ ബഅദഹും ദറജാത്ത് എന്ന് കാണാം. അല്ലാഹു തആല പ്രവാചകന്മാരിൽ നിന്ന് ചിലവർക്ക് സ്ഥാനമാണ് ഉയർത്തിക്കൊടുത്തു എന്ന് കാണാം. ആരാണ് ആ ചിലര്? അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളാണ്. റഫഅഹുല്ലാഹു തആല, അല്ലാഹു തആല നബിയെ ഉയർത്തി. അലാ സായിൽ അംബിയാഇ വൽ മുർസലീന, മറ്റ് അംബിയാക്കളെക്കാളും മുർസലീങ്ങളെക്കാളും ഒക്കെ അല്ലാഹു തആല നബിയെ ഉയർത്തി. നിങ്ങൾ നോക്കൂ, മനുഷ്യവർഗത്തിൽ ഉന്നത സ്ഥാനമുള്ളവരാണ് അംബിയാക്കൾ മുർസലുകൾ. അവര് ഉന്നതമുള്ള ആളുകളാണ് ഉലുൽ അസ്മുകളും. 1,24,000 പ്രവാചകന്മാർക്കാണ് ജനങ്ങൾക്ക് ഏറ്റവും സ്ഥാനമുള്ളത്. അതിൽ 313 സ്ഥാനം തന്നെ ഉള്ളവരാണ് മുർസലുകൾ. അതിനേക്കാൾ സ്ഥാനമുള്ളവരാണ് ഉലുൽ അസ്മുകൾ. അവരെക്കാളും സ്ഥാനമാണ് ആർക്ക്? നമ്മുടെ നബിക്ക്. അപ്പൊ ഉലുൽ അസ്മിനേക്കാളും സ്ഥാനത്ത് നിൽക്കുന്ന ആദ്യത്തെ നബി. അതുപോലെ തന്നെ 313 മുർസലേക്കാളും 1,24,000 അമ്പിയാക്കളെക്കാളും ഒക്കെ ഉന്നതി നിൽക്കുന്ന നബി. അപ്പൊ സർവരെക്കാളും ഉന്നതി നബിയാണെന്ന് കിട്ടുമല്ലോ? കിട്ടും. ഇനി നമുക്ക് നോക്കാം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സർവരെക്കാളും കിട്ടിയ സ്ഥാനം 3 വിധത്തിലാണ്. മിൻ സലാസത്തി ഔജിഹിൻ, 3 വഴിയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഉയർത്തിയത്. ഒന്ന്, ബിൽ മിഅ്റാജി ബിദാത്തിഹി,
സ്വപ്നമല്ല, ദാത്ത് കൊണ്ട് തന്നെ ഭൂമി ലോകത്തുനിന്ന് ആകാശലോകം കഴിഞ്ഞ് നേരെ അള്ളാഹിലേക്ക് എത്തിയതൊന്ന്. പിന്നെ ഒബിസിയാത്തി അലാ ജമീൽ ബഷർ, സർവ്വ മനുഷ്യർക്കും നേതാവാകുന്ന രണ്ടാമത്തെ പദവി. ഒബിൽ മോജിസാത്തില്ലത്തിയില്ലാ തുഹിസറു വലാ തഫ്ന, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധമുള്ള അമാനുഷിക ശക്തിന്റെ ഉടമ, നശിച്ചു പോകാത്തതായിരിക്കുന്ന മോജിസത്തിന്റെ ഉടമ. ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമുള്ളവരായി. ഇതൊന്നും മറ്റവർക്കില്ല. വകവാബിൽ ഖുർആനി മുഇസത്തൻ ബാഖിയത്തൻ മുസ്തമിറത്തൻ ഇലാ ഖുർബി ഖിയാമിസ് സഅ, അന്ത്യനാൾ അടുത്തു വരുന്നത് വരെ നിലകൃതിയായി അവശേഷിക്കുന്ന നശിക്കാത്തൊരു മുഇസത്തായി നിൽക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, മതിയല്ലോ. വബിയ ഖുർആനിൽ ഉണ്ടല്ലോ മിനൽ മുഅ്ജിസാത്തി വൽ ഫളാഇൽ നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഗൈരി മാ ലാ യുഹ്സാ, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധം മറ്റുള്ളവരെക്കാൾ നബിതങ്ങൾക്കുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠതകളും മുഅ്ജിസത്തുകളൊക്കെ ഖുർആനിലുണ്ട്. അങ്ങനത്തെ ഖുർആൻ ഇന്നും നിലനിൽക്കുന്നു. ആ ഖുർആൻ വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന നബിയാണ് ഉന്നതർ. മറ്റുള്ള വേദങ്ങളൊക്കെ പോയില്ലേ, മറ്റുള്ളവരുടെ മുഅ്ജിസത്തൊക്കെ പോയി, അവരോടുകൂടെ കഴിഞ്ഞു. ഇത് തീരുന്നില്ല. ഇതാണ് നമ്മുടെ നബി. ഈ ഇബാറത്തുകളൊക്കെ വായിച്ചെടുക്കാമ്പോൾ ഫത്താവൽ ഹദീസിയ 151. പിന്നെ ഇബ്തിയാഉൽ ഉസൂലാണ് സറവുൽ അംസയിലാണ് ഞാനിപ്പോ ഈ ആയത്തുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ഞാൻ ഹദീസ് കൊടുത്തിട്ടുള്ളത്, അതിന് വ്യാഖ്യാനം ഇവിടെ പറഞ്ഞത് മാത്രം. അപ്പൊ അങ്ങനെയാണ് നബി തങ്ങൾ കിട്ടിയത്. ഇനി നോക്കൂ, നബി തങ്ങൾ ഉമ്മത്തെടുക്കുക, മറ്റുള്ള ഉമ്മത്തിനെ പോലെയല്ല നമ്മള്. ഉമ്മത്തുഹു അസ്കാ വ അക്സറു വ അത്ഗറു മിൻ ബഖിയത്തിൽ ഉമമി ബിനസ്ൽ കിതാബി. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം, വിശുദ്ധ ഖുർആന്റെ നെസ് തന്നെ വ്യക്തമായി കാണാം. എന്ത്, മറ്റു സമുദായത്തിനേക്കാൾ ശുദ്ധരും സംസ്കാരമുള്ളവരും അധികമുള്ളവരും മുത്തുനബിന്റെ സമുദായമാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി എന്നാണ്. ജനങ്ങൾക്ക് മാതൃകയാക്കിക്കൊണ്ടാണ് നബി തങ്ങളുടെ സമുദായമായ നിങ്ങളെ ഉത്തമ സമുദായമാക്കി അല്ലാഹു തആല വെച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളായി ഉത്തമ സമുദായമായി ഉഖ്രിജത് ലിന്നാസി, ലോകർക്ക് ഒരു മാതൃകയായി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങളെന്ന് മുത്തുനബി തങ്ങളുടെ സമുദായത്തിനെ കുറിച്ച് അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. ഇനി നോക്കത് വിശദീകരിച്ചാൽ, ഖൈരിയത്തുൽ ഉമ്മത്തി, ഉത്തമമായിരിക്കുന്ന സമുദായം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ നിർബന്ധമാക്കുന്നു തസ്തൽസിമു ഖൈരിയത്ത നബിയിഹ, ആ സമുദായത്തിന്റെ പ്രവാചകൻ ഉന്നതിയാണെന്ന് ലാസിമായി കിട്ടും. കാരണം സമുദായം ഉന്നതിയാവണമെങ്കിൽ ആ സമുദായത്തിന്റെ നേതാവ് ഉന്നത പദവിയുള്ള ആളായിരിക്കണ്ടേ. അപ്പൊ ആ സമുദായം ആ നബി, അതിന്റെ പ്രവാചകൻ, നേതാവ് ഉന്നതനായത് കൊണ്ട് ഉന്നതനാണെന്ന് തെളിയിക്കുന്നതാണ് ആ പ്രവാചകന്റെ സമുദായത്തിന്റെ ഉന്നതി. അഫ്ളലിയത്തു ദീനിഹ, അങ്ങനെ ആ സമുദായത്തിന്റെ ദീൻ ഉത്തമമായതാണ് എന്നും, അഫ്ളലിയത്ത് ദീനിഹ, പ്രവാചകന്റെ ശ്രേഷ്ഠതയും ആ ദീനിന്റെ ശ്രേഷ്ഠതയും നന്മയൊക്കെ ഉമ്മത്ത് ഖൈറായിരിക്കുക എന്നുള്ളത് അറിയിക്കുന്നു. അത് ലാസിമായിട്ട് തന്നെ കിട്ടും. കാരണം എന്താ, ഇതില്ലാ ശക്ക അന്ന ഖൈരിയതഹും ബിഹസ്ബി കമാൽ ദീനിഹിം അൽ മുസ്തൽസിമി ബികമാൽ നബിയിഹിം, അവരുടെ സമുദായം, നമ്മുടെ നബി പരിപൂർണനാണ് എന്നതിനെ ലാജ്യമാക്കിക്കൊണ്ടുവരുന്ന നമ്മൾ അംഗീകരിച്ച ഇസ്ലാം ദീൻ പരിപൂർണമാണ് എന്ന നിലക്ക് തന്നെ ഈ സമുദായത്തിന് എന്തുണ്ട്, ശ്രദ്ധതയുണ്ട്. മാത്രമല്ല അന്ന സിഫാത്തു ആയില വ അജല്ലു, മുത്തുനബി തങ്ങളുടെ ഗുണം ഏറ്റവും ഉയർന്നു നിൽക്കുന്നു, മുഖ്യമായതുമാണ്. അഫ്ളലു വ അക്മലു, മുത്തുനബിന്റെ ശരീരം പരിപൂർണമാണ്, ശ്രേഷ്ഠമാണ് എന്നെല്ലാം ഈ സമുദായത്തിന് ഉന്നതിയുണ്ടെന്ന് അറിയിക്കുന്നൊരു സംശയക്കാര്യത്തിലില്ലല്ലോ. അപ്പൊ എല്ലാം കൊണ്ട് നബി മികവുള്ളവരായിരുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ കമാ യുസദ്ദിഖു, അതിനെ വ്യക്തമാക്കി തരുന്നുണ്ട് ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വാക്ക് തന്നെ, ഫബിഹുദാഹു മുഖ്തദി എന്ന് കാണാം വിശുദ്ധ ഖുർആൻ. നബി മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ആ സന്മാർഗത്തിലൂടെ നിങ്ങൾ തുടരണമെന്നാണ്. എന്താണ് അങ്ങനെ പറയുന്ന അർത്ഥം? ലിഅന്നഹു തആല വസഫൽ അംബിയ ബിൽ ഔസാഫിൽ ഹമീദത്തി, ഒരുപാട് വാഴ്ത്താൻ പറ്റുന്ന ഗുണങ്ങൾ കൊണ്ട് തന്റെ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല ഗുണം പറഞ്ഞിട്ടുണ്ട്.
സുമ്മ അമറു അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഹദത്തു ഫുദൂലൻ നഫ്സി എന്റെ നഫ്സിലുള്ള അവശിഷ്ടങ്ങളൊക്കെ ഞാൻ കളഞ്ഞു. അത്താറതുക അവളെ മടക്കാൻ വേണ്ടി എന്നിലേക്ക് അവളെ മടക്കിക്കൊണ്ടുവരുന്നത് വരെ അതൊക്കെ കളഞ്ഞുപോയി. ദൂനമാ ഒന്നിനെ കൂടാതെ എങ്ങനത്തെ ഒന്ന് ഇർലാബിയിൽ മുത്തഅഫിഫു സാലിഹികളെ ഇഷ്ടപ്പെടുന്ന ഒന്നുണ്ട്, അതിനെ കുറിച്ച് ബാക്കിയൊക്കെ ഞാൻ കളഞ്ഞുകൊണ്ടാണ്. എന്റെ നഫ്സിനോട് എല്ലാ പൊതുവിലും ഞാൻ കളഞ്ഞിട്ടുണ്ട്, ചേർത്തിട്ടില്ല. സാലിഹികൾ കൊതിക്കുന്നത് എന്താണ്? ചെറിയൊരു ഭക്ഷണം, അതിനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഉന്നത പദവിയിലേക്ക് എന്ത് വേണം? ഞാൻ കൊതിച്ചു. എങ്ങനെ? ലഘുവായ ഭക്ഷണങ്ങൾ തടിയൊന്നും അല്ലാതെ മെലിഞ്ഞ ഒരാളായി ഞാൻ നടക്കണം. അങ്ങനെ നടക്കാൻ ഉയർന്ന പദവിയിലേക്ക് നടന്നു പോകാൻ കൊതിച്ചു. അതുകൊണ്ട് നിങ്ങൾ റുംതും തേടുകയാണെങ്കിൽ അന്തല്ലഖൂബി നിങ്ങൾ എന്നോട് എത്തണം, ചേരണം എന്നാണ് നിങ്ങൾ തേടുന്നത് എങ്കിൽ ഫഖഫിഫു നിങ്ങൾ നല്ലോണം അടിച്ച് ഫിറ്റാക്കി നടക്കണ്ട, ലഘുവാക്കി ഭക്ഷണമൊക്കെ കുറച്ച് പാവങ്ങളായി ജീവിച്ചോളിയുക. നിശ്ചയമായിട്ടും എന്റെ ശരീരത്തെ ധർമ്മം ചെയ്യും. അതിനെ കാക്കുന്നത് വരെ, അതിനെ കാക്കാൻ വേണ്ടി ഞാൻ എന്താവും ധർമ്മം ചെയ്തുകൊണ്ടിരിക്കും. നിസ്സാരതയുടെ ചങ്ങലയിൽ ഞാനല്ലാത്ത ആളുകളെല്ലാവരും ബന്ധിപ്പിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്റെ തലക്ക് മീതെ സ്നേഹത്തിന്റെ പർവ്വതങ്ങൾ ഞാൻ വഹിച്ചു. നിശ്ചയമാണ് ഞാൻ ഒരു കമീസ് ചുമക്കാൻ എന്നെ കൊണ്ട് കഴിയുമല്ല, അത്ര അശക്തനാണ് ഞാൻ ദുർബലനാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഇനി ഒറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത്? അന്നത്തിറാദൽ മുഅല്ലിമ ത്വയ്യിബ സനായി ജമീല ശിയമി ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനസ്ഥാനാണ് പള്ളി പറഞ്ഞത്. വളരെ സ്ഥാനം. സിറാദ് നല്ല സ്വഭാവം, മുഅല്ലിം അധ്യാപകൻ, ത്വയ്യിബ് സന നല്ല പുകഴ്ത്താൻ പറ്റുന്ന മഹാന്, നല്ല പുകഴ്ത്തയുള്ള ആള്, ജമീൽ ശിയമി നടപടിക്ക് നല്ല മട്ടത്തിലുള്ള ആള്, അഥവാ ഇബ്രാഹിം അദ്ഹം തങ്ങളാണ് ആള്. ആ മഹാനവറുകൾ എന്തായി അറിയോ? അത്താഹുർ റജുൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ കൊണ്ടുവന്നു കൊടുത്തു. ബി അസ്രത്തി ആലാബി ദുർഹമിൻ 10,000 നാണയം കൊണ്ടുവന്നു കൊടുത്തു. ഫഅബായഖ്ബലഹ അത് സ്വീകരിക്കാൻ ഈ പറഞ്ഞ ഇബ്രാഹിം അദ്ഹം തങ്ങൾ വിസമ്മതിച്ചു. വഖാല എന്നിട്ട് മൂപ്പര് പറയും ചെയ്തു, തുരീദു അൻ തംകുമ ഇൻസി നീ എന്റെ പേര് മായ്ച്ചു കളയാൻ ഉദ്ദേശിക്കുന്നുവോ? മിൻ ദീവാനിൽ ഫുഖറാ ഫക്കീറന്മാർ ഏടുകളിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയാൻ നീ ഉദ്ദേശിക്കുന്നുവോ? ബി അസ്രത്തി ആലാബി ദുർഹമൻ 10,000 ദിർഹമിന് പകരം അങ്ങനെയാണോ വേണ്ടത്? ലാ അലുദാലിക്കാതെ ഞാൻ ചെയ്യൂല. വലില്ലാഹി ദർറുൽ ഖായിലി ഹൈസു ഖാൽ പാല് കുടിച്ച അല്ലാഹുള്ള നന്ദി, പാല് കുടിച്ചവിടെ നന്ദി. അയാൾ പറയുകയാണെന്ത്? വലസ്തു ബിമിയാഇൻ ഇല്ലാ ജാനിബിൽ ഗിനാ ഇദാ കാനത്തിൽ ഗൽയാഉ ഫീ ജാനിബിൽ ഫഖരി വലസ്തു ബിമിയാലിൻ ഇലാ ജാനിബിൽ ഗിനാ സാമ്പത്തികമായി ഉണ്ടാവുക, സമ്പത്തുണ്ടാവുക എന്നീ ഭാഗത്തേക്ക് ഞാൻ ചായാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഇതാ കാലത്തിൽ അൽയാഉ ഫീ ജാനിബിൽ ഫഖർ മേൽമ സ്ഥാനമൊക്കെ ദാരിദ്ര്യമുള്ള ആളുടെ ഭാഗത്താണ് എങ്കിൽ ഞാനതേ കൊതിക്കുന്നുള്ളൂ. ഇതാണ് ഇമാമന്മാർ പറയുന്നത്. അനിൽ ഇമാമിൽ ജലീൽ സയ്യിദുൽ ഹഫീർ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനത്തൊട്ട് ഉദ്ധരണി അന്നഹു സുഇല മിനന്നാസി ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയുണ്ടായി. അപ്പൊ വഖാല അൽ ഉലമാഉ ഉലമാക്കൾ പറഞ്ഞു. അപ്പൊ വഖാല ഉലമാക്കൾ ചോദിച്ചു, അബ്ദുല്ലാഹി മുബാറക് തങ്ങളോട് ചോദിച്ചെന്ന മനിന്നാസ് ആരാ ജനം, മിനന്നാസ് എന്നല്ല മനിന്നാസ് ആരാ ജനങ്ങൾ എന്ന ആരാ മനുഷ്യൻ? ഉലമാവിന് മറുപടിയും കൊടുത്തു. അതാ അവർക്ക് ഉലമാവ് മറുപടി ഉപരി കൊടുത്തു. തീര പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെയും ചോദിച്ചു, മനിൽ മുലൂക്കു ആരാ രാജാക്കന്മാർ? കാല
അപ്പൊ ഇബ്രാഹിം അധികം തങ്ങൾ പറഞ്ഞു, അല്ല അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറയാണ് അസ്സുഖാദു പ്രപഞ്ചത്യാഗികൾ. കീല ചോദിക്കപ്പെടുന്നു മനിസ്സഫലത്തു ആരാണ് സഫലത്ത് താഴ്ന്ന ആൾക്കാർ? അതാരാണ്? കാല അല്ലദീ യഅ്കുലു ബിദീനിഹി അദ്ദേഹത്തിന്റെ ദീന് കൊണ്ട് തിന്നും, അവനാണ് സഫലത്ത്. വിഡ്ഢി, അപ്പൊ വിഡ്ഢിയാണ് അവൻ എടുക്കുന്നത്, ദീൻ വിറ്റ് കാസാക്കുന്നത്. അത് ചെയ്യൂല നമ്മള്. പിന്നെ അത് അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനി വാൻ ഇബ്രാഹിമിന്റെ അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, കാല പറഞ്ഞു, ഫലബത്തു അബയ അദ്ദുന്യ ദുന്യാവിന്റെ മക്കളെ ഞാൻ തേടി, അറാഹത്ത സന്തോഷത്തിലായിട്ട്, ദുനിയാവ് നല്ല സന്തോഷത്തിലായി ജീവിക്കണം അവരെ തേടി നടന്നു. ഫാഹ്തവു അങ്ങനെ അവർ എന്താ പഴച്ചു വഴിതെറ്റി. ഓരോ അലിമു അവരറിഞ്ഞിരുന്നുവെങ്കിൽ അന്നൽ മലിക്ക മുൽക്ക അല്ലെങ്കിൽ അന്നൽ മലിക്ക നിശ രാജ പദവി മാ ഒന്നാണ്. അപ്പൊ ഇവിടെ ഓരോ അലിമു അവരറിയുകയാണെങ്കിൽ അന്നൽ മുൽക്ക നിശ്ചയമായ അധികാരം മാ ഒന്നാണ് നൈനുബി അതിലാപ്പ നമ്മൾ ഉള്ളത്, അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ലഖാത്തൊരു അലീബ് സൈഫ്, അങ്ങനെ അതുകൊണ്ട് എന്താ വാളുകൊണ്ട് അതിന്റെ മേൽ യുദ്ധം ചെയ്തവരുമാണ്. മിസ്രി റളിയല്ലാഹു അൻഹു ഖാല മഹാന്മാരാണ് ഖാല അസ്സാഹിദ് അസ്സുഖാദു സുഖാദീങ്ങളാണ് മുലൂക്കുൽ ആഖിറത്തി ആഖിറത്തിലെ രാജാക്കന്മാര്. വഹും ഫുഖറാഉൽ ആരിഫീന ബില്ലാഹി തആല അവരാണ് അള്ളാഹനെ കൊണ്ട് വേണ്ടതുപോലെ അറിഞ്ഞു മനസ്സിലാക്കിയ സാധുക്കള്. ഇനി അടുത്തത് വാനി ഷേഖുൽ കബീരി അബി മദിയൻ ഷഹീർ റളിയല്ലാഹു അൻഹു ഖാല അൽ മലിക്കു മലിക്കാനി മലിക്കുൻ ബിലാദ് വ മലിക്കുൻ ഖുലൂബിൽ ഇബാദ് വൽ മുലൂക്ക് അലാ ഹഖീഖത്തി വസുഖാദ്. എന്നോട് പറഞ്ഞറിയാമോ മഹാന്? മലിക്കുന്ന പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട്. മലിക്കാനി മിൽക്കുൽ ബിലാദ്, മിൽക്കാൻ രണ്ട് മിൽക്കുണ്ട്. ഒന്ന് മിൽക്കുൽ ബിലാദ് നാടിന്റെ ഭരണാധികം, ഓ മിൽക്കു ഖുലൂബിൽ ഇബാദ് അടിയങ്ങളുടെ ഹൃദയത്തിന്റെ അധിപൻ എന്നൊക്കെ അർത്ഥം വരാം. വൽ മുലൂക്ക് വൽ ഹഖീഖത്തി യഥാർത്ഥത്തിൽ മുലൂക്ക് എന്ന് പറഞ്ഞാൽ ആരാ? വസുഖാദ് സായിദികൾ അവരാണ് അതെന്ന് പറഞ്ഞത്. അപ്പൊ കാല ജമാഅത്തുൽ ഉലമായി ഉലമാക്കളിൽപ്പെട്ടൊരു സംഘം പറയുന്നു. മിൻഹും ആ ഉലമാക്കളിൽപ്പെട്ടൊരു കാര്യമായ മഹാനാണ് അൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇദാ ഔസ ഇൻസാൻ ദിവാലി തന്റെ സമ്പത്ത് കൊണ്ട് എന്ത് വേണം? നീ ഉപയോഗം എന്താ പറഞ്ഞത്? ഇപ്പൊ ഇതാ ഔസ ഇൻസാൻ ഒരു മനുഷ്യൻ വസിയത്ത് ചെയ്തു, ബിമാലി അവന്റെ സമ്പത്തുകൊണ്ട് വസിയത്ത് ചെയ്തു, ലി അഅ്ഖരിന്നാസി ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമാനോ ആരാണോ അവരിലേക്കാണ് മുദ്ര തിരിച്ചത്. സ്വറഫ ഇല സുഖാദി ഫി ദുനിയ അതിനെ ദുന്യാവിലുള്ള സായിദ് കൊള്ള തിരിക്കപ്പെട്ടു എന്നാണ്, ആയിക്ക് തിരിച്ചു വിട്ടുപോയി. അങ്ങനെ ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞ വാക്ക് അതാണ്. അപ്പോ സുഖാദിങ്ങളടുത്ത രാജാക്കന്മാരും ഏറ്റവും നല്ല ബുദ്ധിമന്മാരും എന്ന് മനസ്സിലായല്ലോ. ഖാല ഷെയ്ഖുൽ കബീറുൽ ആരിഫ് ബില്ലാഹിൽ ഖബീർ അബു അബ്ദില്ലാഹിൽ ഖുറസി റളിയല്ലാഹു അൻഹു മഹാൻ പറയുന്നു, മിൻ ബവായിദിൽ ഫഖരി ദരിദ്രത്തിന്റെ ഫലങ്ങളിൽപ്പെട്ടതാണ്, സമ്രാത്തി അതിൻ്റെതായ ഫലം എന്താണ്? വുജൂദ് അലമിൽ ജുഅ് വിശപ്പിന്റെ വേദന ഉണ്ടാവണം, വൽ അറ വസ്ത്രമില്ലാത്തതിന്റെ വേദന ഉണ്ടാവണം. അപ്പോഴേ ഫഖറിന്റെ വായുദേവും സമ്പത്തും മനസ്സിലാവുള്ളൂ. തലഹിമ അതുകൊണ്ട് രസിക്കുക, മിൻഹുമ അത് രണ്ടിനേക്കാൾ കൂടുതൽ കൊണ്ടുവരിക, വൽ മുനാഖസത്തി ഫീമ അത് രണ്ടിലും മത്സരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അൻഷദു വിദാലിക വിഷയത്തിൽ മഹാന്മാരൊക്കെ പാടിയിട്ടുമുണ്ടല്ലോ. വലിയ വലിയ മഹാന്മാരിൽ ചില ആൾക്കാരെ തൊട്ട് ഉദ്ധരണി എന്താണെന്നറിയോ? അന്നഹു നിശ്ചയമായിട്ടും ജാഹു ആ ബാലുഷേഖിന്റെ അടുത്ത് വന്നു ഇൻസാൻ ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ വന്നിട്ട് വക്കാല ആ ഷേഖിനോട് ആ മനുഷ്യൻ പറയുന്നു, ആഗതൻ പറയുന്നു, എന്താ പറഞ്ഞതറിയോ? ഉദ്ഉല്ലാഹ ലി നിങ്ങൾ വലിയൊരു മഹാനാണ്, അതെനിക്കറിയാം.
അതുകൊണ്ട് നിങ്ങൾ അള്ളാഹ് എനിക്ക് വേണ്ടി ഗുണം ചോദിക്കണം എന്ന് പറഞ്ഞു. ഫഖദ് അലറനി അൽ അയ്യാലു, എന്താ പ്രശ്നം അറിയോ? എന്റെ കുടുംബങ്ങൾ, എന്റെ മക്കള് അവരെനിക്ക് പോറ്റണ്ടേ, അവരെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതില്ല ഇതില്ല എന്നൊക്കെ പ്രയാസപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് ഗുണത്തിന് വേണ്ടി നിങ്ങൾ ദ്വാരിക്കണേ എന്ന് അള്ളാനെ മനസ്സിലാക്കിയ ഒരു ഷെയ്ഖിനോട് പറഞ്ഞു. പക്ഷെ ഞാൻ ദ്വാരുന്നോളാം, നീ റെഡി ആയിക്കോ എന്നൊന്നും ഷെയ്ഖ് മറുപടി കൊടുത്തില്ല. എന്തേ മഹാൻ കൊടുത്തത്? ഫഖാലു ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ആ ഷെയ്ഖ് ഈ ദ്വാരിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത് അറിയോ? ഇതാ കാലൊക്കെ ഇയാലുക്ക, നിന്റെ മക്കള് നിന്റെ കുടുംബങ്ങൾ നിന്നോട് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? മാ ഇന്ധന ദഖീഖുൻ വലാ ഖുബ്സുൻ, നമ്മുടെ അടുത്തൊരു പൊടിയുമില്ല, തരിയുമില്ല, ധാന്യവുമില്ല, ഒരു റൊട്ടിയുമില്ല, പത്തിരിയുമില്ല, പൊറാട്ടയും ഒന്നുമില്ല എന്നാണോ നിന്റെ മക്കൾ നിന്റെ കുടുംബങ്ങളൊക്കെ നിന്നോട് പറയുന്നത് എങ്കിൽ ഫദ്ഉല്ലാഹ്, നീ അങ്ങോട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണം. കാരണം ഇന്ന ദുആക, നിശ്ചയമായിട്ടും നിന്റെ പ്രാർത്ഥന, അർജ, അത് ഏറ്റവും ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടാൻ, മിൻ ദുആഇ ലക, നിനക്ക് ഞാൻ ദ്വാരക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക നിന്റെ ദ്വായാണ്. ഫീ തിൽക സാഅത്തി, അസമയത്ത്, അപ്പൊ നിനക്ക് വളരെ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്തു? നീ തന്നെ ദ്വാരന്നളാ. പ്രയാസപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹ് ആ നിമിഷം കേൾക്കുന്ന, നീ പ്രയാസപ്പെടേണ്ടതില്ല, ചോദിച്ചോ. എന്നാ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ ഷെയ്ഖിന്റെ ചെല്ലണ്ടേ. അപ്പൊ ആ ഷെയ്ഖിന്റെ വാക്ക് കിട്ടി പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും. അങ്ങനെയാണ് മഹാന്മാരടുത്തൊക്കെ പോയിട്ട് നമുക്ക് ദ്വാരക്കാൻ പറയുന്നത്. ഓല് നിങ്ങളും ദ്വാരം നമുക്ക് ദ്വാരക്കാൽ ധൈര്യമായിട്ട് ദ്വാരക്കാം. ഇതൊക്കെ സാധുക്കളാണ്. വാൻ ബായന്തിയും അയലൻ, ഇതുപോലെ തന്നെ ചില ഷെയ്ഖന്മാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? അന്നഹു കാല, നിശ്ചയമായിട്ടും ലൗ ഔലാദുഹു, ആ ബാലൻ ഷെയ്ഖിന്റെ മക്കള് പറഞ്ഞു വെച്ചേ, മാ ഇന്ധന അഷായ്, പ്രാതൽ കഴിക്കാൻ നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. മക്കളെ ഒന്നും കിട്ടിയില്ല, വൈകുന്നേരം ഭക്ഷണം കഴിക്കണ്ടേന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ ആ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുകയാണ്, നഹനു അഹ്വനു അലല്ലാഹി തആല, നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ നിസ്സാരമാണ്. എന്തിനേക്കാൾ? മിൻ അൻ യുജവ്വിഉന, അള്ളാഹ് നമ്മളെന്തായി വിശപ്പിച്ചല്ലോ, നല്ലോണം പട്ടിണി തന്നു, നമ്മളെ വിഷമിപ്പിച്ചു. വിഷമിപ്പിക്കാനല്ല, വിശപ്പ് തന്നു. അള്ളാഹ് നൽകിയ വിശപ്പിനേക്കാൾ ഏറ്റവും നിസ്സാരമാണ് നമ്മൾ. കാരണം ഇന്നമാ, എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്നമാ യുജവ്വിഉ അഹ്ബാബഹു, അള്ളാഹു അള്ളാഹിന്റെ ഇഷ്ടക്കാരെ പട്ടിണിക്കിട്ടു വിഷമിപ്പിക്കും. ഔ കാല ഔലിയാവു, അല്ലെങ്കിൽ മഹാൻ പറഞ്ഞ ഔലിയാവു എന്നാണ്. ഇഷ്ടക്കാരും ഔലിയാക്കളൊക്കെ ഏകദേശം വാക്കർത്ഥത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അർത്ഥത്തിൽ ഒന്നാണ്. വാക്കർത്ഥത്തിലല്ല, പദത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അർത്ഥത്തിൽ ആശയത്തിലൊക്കെ ഒന്നാണ്. അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു തആല പട്ടിണിക്കിട്ട് പരീക്ഷിക്കും. ഇതാ പറഞ്ഞു. അപ്പൊ കാനബാലും യഖൂൽ, ചില ആൾക്കാർ പറയുമായിരുന്നു, ഇതാ അക്ബൽ ഫക്കീറു, ഫക്കീർ ഇങ്ങോട്ട് മുന്നിട്ട് വന്ന് കണ്ടാൽ മർഹബൻ ബിശ്ശിആരി സ്വാലിഹീന, സാലിഹീങ്ങളുടെ ഷിആറുമായി വന്നവന് താങ്കൾക്ക് സ്വാഗതം. ഇതാണ് ഫക്കീറന്മാർ ആദരവ്, ഫക്കീറന്മാർ ഇഷ്ടപ്പെട്ടതൊക്കെ. ഇനി നോക്ക് വേറൊരു റിപ്പോർട്ട്, മഹാനെ തൊട്ട്. വാനിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. എന്താണ്? അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, സുഇല, അദ്ദേഹത്തോട് ചോദ്യം നടത്തപ്പെട്ടു. എന്താ ചോദിക്കപ്പെട്ടത്? അലിസ്തിആലത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖർ. ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തെന്താണ്? ഫഖറാണ്. ഫഖർ മിസ്കീന്മാർക്ക് നല്ല സ്ഥാനമുണ്ട് എന്നാണ് നമ്മൾ ഉദ്ധരണിയൊക്കെ കൊടുത്ത് പറഞ്ഞത്. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, അല്ല നബി തങ്ങൾ ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ടല്ലോ, ഫക്കീർ ഗുണമാണെന്ന് പറയുന്നു, എന്നാ ഫക്കറിനെ തൊട്ട് നബി തങ്ങൾ കാവൽ ചോദിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ചോദ്യം. വഖദ് അഖ്ബറ ബിമാ ഫീഹി മിനസ് സവാബി, അങ്ങനെ എന്ത് പറഞ്ഞെന്നറിയാമോ? എത്തരത്തിൽ നബിതങ്ങള് പ്രതിഫലം ആ ഫക്കറിലുണ്ടെന്ന് വിശദീകരിച്ച് തന്നിരിക്കെ നബി എന്തുകൊണ്ട് ഫക്കറിനെ തൊട്ട് കാവൽ ചോദിച്ചു? ഇത് ചോദ്യമാണല്ലോ. അങ്ങനെ വന്നപ്പോ അപ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഇന്നമാ മഅനാഹു, ഈ ഫക്ർ എന്ന് പറയുന്ന അർത്ഥം ഫക്റുൽ ഖൽബ്, ഖൽബ് എന്താ ഫക്കീറാവ എന്നാണ്. ഖൽബേ തന്റെ മനസ്സേ, അല്ലാതെ ലാ ഫക്ർ യദി, കൈവശം ദാരിദ്ര്യമാവുക എന്നല്ല. അപ്പൊ സമ്പത്തില്ലാതിരിക്കുക എന്നല്ല, ഖൽബാണ് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കേണ്ടത്.
കമാ അന്നൽ ഗിന ഇനൽ ഖൽബ്. ഗിന എന്ന് പറഞ്ഞാൽ ഇനല കൽബാണ്, കൽബിന് സാധുവായിരിക്കുക, കൽബുടൽ തയ്ക്കുക. ലാ ഗിനൽ യദ്, കയ്യിന്റെ ഇനയല്ല, അത് സാമ്പത്തികമല്ല എന്നർത്ഥം. ഇവിടെ മാനസികമായി തന്നെ എടുക്കണം, അതാണ് പറഞ്ഞത്. അതിനാണ് സ്ഥാനം. അതാണ് വിധങ്ങൾ ചോദിച്ചത്. പടച്ചവനെ, എന്റെ കൽബിന്റെ ഒരു ദാരിദ്ര്യം വരും, അതിന് ഒഴിവാക്കി തരണേ അല്ലാ എന്ന് ധാരണിട്ടുണ്ട്. അതാണത്. അനിൽ ഉസ്താദി അബുൽ ഖാസിമിൽ ജുനൈദി റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ തൊട്ട് റിപ്പോർട്ട് എന്ത്? അന്ന ജാഹു ഇൻസാനുൻ, ഒരു മനുഷ്യൻ മഹാനായ ഉസ്താദ് അബുൽ ഖാസിം തങ്ങളുടെ അടുത്ത് കൊടുന്നു കൊടുത്തു. എന്താ കൊണ്ടെന്ന് കൊടുത്തത്? 500 വെള്ളി നാണയം കൊണ്ടെന്ന് കൊടുത്തു. അബുൽ ഖാസിം ഉസ്താദിന്റെ മുന്നിൽ വെച്ച്, ജുനൈദങ്ങളുടെ മുന്നിൽ വെച്ച് കൊടുത്തവൻ. എന്നിട്ട് വക്കാലാദ്യം പറഞ്ഞു, ഇവിടെതാ നിങ്ങൾ ചുറ്റുഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഘത്തിന് തങ്ങൾ വീതിച്ചു കൊടുക്കുക എന്ന് ഉടമസ്ഥൻ പറയുകയും ചെയ്തു. ഇത് പറയുമ്പോൾ ജുനൈദ് റളിയല്ലാഹു മിണ്ടിയിട്ടില്ല എന്നല്ലേ? മിണ്ടിയില്ല, ഇപ്പൊ മിണ്ടാൻ പോവുകയാണ്. വക്കാല ജുനൈദ് റളിയല്ലാഹു തആല ചോദിച്ചു, അലക വൈറുഹ, ഇതല്ലാതെ വേറെ സമ്പത്ത് നിനക്കുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ടിലി, എനിക്കുണ്ട്. ധനാനീറു ഗസീറത്തുൻ, എത്രയോ ധാരാളം സ്വർണ്ണ നാണയങ്ങൾ എന്റെ കയ്യിലുണ്ട്. അല അതുഹിബ്ബു സിയാദത അലൈഹ, അതിനേക്കാളും കൂടുതലാവാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ജുനൈദ് റളിയല്ലാഹു ചോദിച്ചു. അപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞു, അതേ ഉണ്ട് എന്ന്. ജുനൈദ്, അപ്പോൾ ജുനൈദ് റളിയല്ലാഹു പറയുകയാണ്, ഖുദ്ഹ, എന്നാൽ ഈ 500 വെള്ളിതാണ് നീ തന്നെ എടുത്തോ. അതിലേക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹം നിനക്കാണ്, ആവശ്യക്കാരനും നീയാണ് എന്ന് പറഞ്ഞിട്ട് വലം യഖ്ബലുഹ, മഹാനവറുകൾ സ്വീകരിച്ചില്ല, അതിനെ ഒഴിവാക്കി വിട്ടു. അങ്ങനെയാണ് മഹാന്മാർ. ചില ഉന്നതന്മാരായ ആൾക്കാർ പാടിയിട്ടുണ്ടല്ലോ, എന്ത്? തസ്തുറുനി ഹയ്യം വഇൻ മിത്തു തക്ഫീനി ലതക്ഫീനി എന്നാണ്. ലകസിറത്തും മിൻ ജരീസിൽ ഖുബ്സി, ധാന്യത്തിന്റെ തരി, പൊടിച്ച പൊടിയുണ്ടല്ലോ, അതിൽ നിന്ന്, അതാണ് അപ്പൊ റൊട്ടി ഉണ്ടാക്കുന്ന പൊടി. ആ പൊടിയിൽ നിന്ന് റൊട്ടി ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയതായിരിക്കുന്ന ഒരു കഷ്ണം, തശ്ബുനി, അത് എന്നെന്താക്കിയിട്ടുണ്ട്, വയർ നിറച്ചിട്ടുണ്ട്. വശുർബത്തും മിൻ ഖറാഹിൽ മാഇ, ശുദ്ധിയുള്ള വെള്ളങ്ങളിൽ നിന്ന് കുടിച്ച ഒരു മുറുക്ക്. തുറവീനി, അത് എന്നതാകും തീർക്കുകയും ചെയ്തിട്ടുമുണ്ട്. വഖിർഖത്തും മിൻ ഖശീരിൽ സൗബി തസ്തുറുനി, വസ്ത്രത്തിന്റെ കൂട്ടത്തിൽ ഉരമുള്ള കട്ടിയുള്ള വസ്ത്രം, അതിലുള്ളതായിരിക്കുന്ന ഒരു കഷ്ണം. തസ്തുറുനി, അത് എന്നെ മറക്കും, അത് മതി. ഹയ്യൻ, ജീവിതകാലത്ത് എന്നെ മറക്കാൻ പറ്റുന്നൊരു തുണിയ മതി. വയമ്മിത്തു, ഞാൻ മരിച്ചാൽ, തക്ഫീനി ലതക്ഫീനി, നീ എന്നെ കഫൻ ചെയ്യണം, നീ എന്നെ കഫൻ ചെയ്യണം എന്ന ഈരടി ആലോചിച്ച് നോക്കാനും ഇതാണ് പറഞ്ഞത്. വലിയ ബാധ്യം ആയതാണ്. ചില ആളുകൾക്കും ഇതുപോലെ ഇനിയുണ്ട്. എന്ത്? وحملت أن أجري خفيفا إلى العلا فإن رمتم من ضلقوا به فخففوا لأبتذلن نفس حتى أصونها وغيري بقيد من ذل يرسفوا حملت جبال الحب فوقي وإنني لأعجز عن حمل القميص وأضعفوا